അപ്പോൾ അതേ കൊഴുവ ഫ്രൈ ആണ്. അപ്പോൾ നമ്മളതൊന്ന് ടച്ച് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് നല്ല മുരിയായിട്ട് ഇങ്ങനെ വടി പോലെ ഇരിക്കുന്നുണ്ട് നമ്മുടെ കൊഴുവ. അപ്പോൾ ഒന്ന് ടച്ച് ചെയ്ത് നോക്കാം. ചക്ക വറുത്തത് കടിച്ച് തിന്നണ പോലെ ഒരു ഫീല്. ഇതിന്റെ ടേസ്റ്റ് ഒന്നും സംസാരിക്കാൻ പറ്റണില്ല. നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാ. അപ്പൊ നമ്മള് കൊഴുവ ഫ്രൈ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. കാരണം ഇതൊരു നളപാചകമാണ്. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കട്ടെ. ഇതില് നമ്മള് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുരുമുളക്, പിന്നെ മല്ലിപ്പൊടി, മുളകുണ്ട്, പച്ചമുളകും ചേർത്തിട്ടുണ്ട്. പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അത് മാത്രമല്ല മല്ലിപ്പൊടി, മുളക് പൊടി. സാധാരണ നമ്മള് മീനൊക്കെ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നതില് മല്ലിപ്പൊടി ചേർക്കുക പതിവില്ല. പക്ഷെ ഇതില് അല്ല, അത് ചിലയിടത്തും മല്ലിപ്പൊടി ചേർക്കും, അത് ചിലയിടത്ത് ചേർക്കില്ല. അത് പലയിടത്തും പോലെ തന്നെ. കാര്യം ചിലപ്പോ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ടാവാം. നമ്മൾ എറണാകുളംകാരായതുകൊണ്ട് നമുക്കറിയത്തില്ല. പക്ഷെ ഇതില് സ്വാഭാവികമായി ഇത് കുറച്ച് മസാല കൂടുതലാണ്. പക്ഷെ അതിന്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം നമുക്ക് കിട്ടും. ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് എന്തായാലും. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കുരുമുളകിന്റെയും വേപ്പിലയുടെയും ഫ്ലേവർ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാലോ, കൊഴുവ നമ്മൾ നല്ലോണം ഡ്രൈ ഫ്രൈ ചെയ്യണം, മൊരിച്ചെടുക്കണം. അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ആണെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പകുതി വേവിച്ചാൽ മതി. പക്ഷെ കൊഴുവ അങ്ങനെയല്ല. അതെ, കൊഴുവ മൊരിച്ചെടുക്കണം, ഡ്രൈ ഫ്രൈ ആക്കി എടുക്കണം. നമ്മൾ കൊള്ളി വറുത്തതും ചക്ക വറുത്തൊക്കെ തിന്നണ പോലത്തെ ഒരു ഫീല് നമുക്ക് കിട്ടും. മുള്ളോടുകൂടി ആ മുള്ളൊരു തടസ്സമേ അല്ല നമുക്ക് ഇത് കഴിക്കാൻ. പിന്നെ ചോറില് ഒരു ആ ഉരുളയില് ഒരു പിടുത്തം പിടിച്ച് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പൊ എങ്ങനെയുണ്ട് പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് മൊത്തം ചിലപ്പോ എന്റെ വയറ്റിലായി പോകും. അപ്പൊ എങ്ങനെയുണ്ട് ഈ ടേസ്റ്റ്? അടിപൊളി ടേസ്റ്റ് ആണ്. കാരണം നമ്മളുടെ ഞാനിത് എന്ന് പറഞ്ഞിടത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എനിക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, പക്ഷെ എനിക്കത് മതിയായില്ലേ. അപ്പൊ ഞാൻ ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് എടുത്ത് കഴിക്കുന്നു, എനിക്ക് കൊതി കാരണം. ഓക്കെ, ചെറിയ പീസ് എടുത്ത് കഴിക്കുന്നുണ്ട്. അതെ, കണ്ടോ, സൂപ്പറാണ്, അടിപൊളി. ഇതിന്റെ മസാലക്കൂട്ടാണ് സൂപ്പർ. അപ്പൊ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി സംഭവമാണ്. വീട്ടിലിത് ചെയ്യാൻ മറക്കരുത് കേട്ടോ.